പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ ലൈംഗിക കോഴ ആരോപണവുമായി ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുൻപാകെ 5.5 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ ബിജു രാധാകൃഷ്ണന്റെ മൊഴി. 5 കോടി 10 ലക്ഷം നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നും 40 ലക്ഷം ജോപ്പനും ജിക്കുമോനും മുഖേന കൈമാറിയെന്നും ബിജു രാധാകൃഷ്ണൻ. വളരെ ഗുരുതരമായ ആരോപണമാണ് ബിജു രാധാകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ലൈംഗിക ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുന്നു. ബിജേഷ്, വളരെ ഗുരുതരമായ ആരോപണം. ഇതുവരെ ഇത്തരത്തിലൊരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഈ വിഷയത്തിൽ കേട്ടിരുന്നില്ല. ലൈംഗിക ആരോപണമാണ് ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. സരിതയുമായി മുഖ്യമന്ത്രി അടക്കമുള്ള 6 പേർ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന രീതിയിൽ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുൻപാകെ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും മനു, വളരെ സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ മറ്റു പല ആരോപണങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സരിത അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഒളിവിൽ പോയിരുന്ന കാലഘട്ടത്തിൽ താൻ ശുചീന്ദ്രം വഴി നാഗർകോവിൽ വഴി തിരുവനന്തപുരത്ത് വന്നെന്നും തിരുവനന്തപുരത്ത് വന്ന് ഉമ്മൻചാണ്ടിയെ അഞ്ച് കോൺഗ്രസ് നേതാക്കളുടെ, അതായത് 3 മന്ത്രിമാരടക്കം 5 പേരുടെ വീഡിയോ ദൃശ്യങ്ങൾ, അത് സരിതയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും സംസാരിക്കുന്നതുമായ 5 പേരുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഷിബു ബേബി ജോൺ, AP അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, ഹൈബി ഈഡൻ, നസറുള്ള, അനിൽകുമാർ, AP അനിൽകുമാറിന്റെ PA ആണ് നസറുള്ള. ഇത്രയും പേരുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരാളുടെ വീഡിയോ ദൃശ്യം താൻ കാണിച്ചില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു അത് ഉമ്മൻചാണ്ടിയുടെ PM മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വീഡിയോ ദൃശ്യം തന്നെയായിരുന്നു, അത് ഞാൻ അദ്ദേഹത്തെ കാണിച്ചില്ല എന്നുമാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം വിജേഷ്, ഒരു നിമിഷം, ആ പേരുകൾ ഒരിക്കൽ കൂടി ഒന്ന് വ്യക്തമായി പറയാമോ? 6 പേർ ആരൊക്കെയാണെന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി പറയുമോ? ഏറ്റവും ആദ്യമായിട്ട് ഉമ്മൻചാണ്ടിയാണ്, മറ്റത് ഷിബു ബേബി ജോൺ ആണ്, മന്ത്രി ഷിബു ബേബി ജോൺ ആണ്, മന്ത്രി AP അനിൽകുമാറാണ് അടുത്തതായിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്ത്, വൈദ്യുതി മന്ത്രിയുടെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. അതോടൊപ്പം തന്നെ എറണാകുളം MLA ആയിട്ടുള്ള ഹൈബി ഈഡന്റെ പേരുണ്ട്. പിന്നീട് ഒരാള് നസറുള്ളയാണ്, മന്ത്രി അനിൽകുമാറിന്റെ PA ആണ് നസറുള്ള. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി അടക്കം 6 പേർ. ഈ 6 പേർ സരിതയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലും അതോടൊപ്പം തന്നെ സരിതയുമായിട്ട് സംസാരിക്കുന്നതുമായ ദൃശ്യങ്ങൾ സരിത തന്നെയാണ് എടുത്തു വെച്ചിരുന്നത്. പക്ഷെ അത് ഒരു യാദൃശ്ചികമായിട്ട് തന്റെ കൈവശം കിട്ടുകയാണ് ചെയ്തത്. അത് പിന്നീട് താൻ സൂക്ഷിക്കുകയും അതോടൊപ്പം സരിതയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ താൻ ഒളിവിൽ പോയിരുന്ന കാലഘട്ടത്തിൽ താൻ കോയമ്പത്തൂരാണ് എന്ന് മാധ്യമങ്ങളും പോലീസും പറഞ്ഞു നടന്നിരുന്ന സമയത്ത് താൻ കോയമ്പത്തൂരിൽ നിന്നും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വരികയും അവിടത്തെ തന്ത്രി ഏർപ്പാടാക്കി കൊടുത്ത ഒരു കാറിൽ തിരുവനന്തപുരത്ത് വന്ന് ഉമ്മൻചാണ്ടിയുമായി കാണുകയും ചെയ്തിരുന്നു. അത് ഒരു സുപ്രധാനമായ ഒരു സംഭവം തന്നെയാണ്. ബിജു രാധാകൃഷ്ണൻ ഒളിവിലാണെന്ന് കേരളത്തിന്റെ പോലീസും അതോടൊപ്പം മാധ്യമങ്ങളും പറയുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി, അതായത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ആ പറഞ്ഞ പ്രതി വന്ന് അദ്ദേഹത്തെ കണ്ടു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ്. തിരുവനന്തപുരത്ത് വന്ന് കാറിൽ, തീർച്ചയായിട്ടും ബിജേഷ്, അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സംസ്ഥാനം മുഴുവൻ ഇയാൾ ഒളിവിലാണ്, തമിഴ്നാട്ടിലേക്ക് അടക്കം കടന്നു എന്ന തരത്തിൽ വലിയ തെരച്ചിലുകൾ നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്ന് മൊഴി നൽകുന്നു. ആലുവ പാലസിൽ 1.5 മണിക്കൂർ ബിജു രാധാകൃഷ്ണനുമൊപ്പം മുഖ്യമന്ത്രി അടച്ചിട്ട മുറിയിൽ സംസാരിച്ചിരുന്നു എന്നത് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതാണ്. മറുപടി പറയേണ്ടി വരുന്ന കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. അതിൽ ഏറ്റവും പുതുതായി ഈ ലൈംഗിക ആരോപണം കൂടി വരുമ്പോൾ അതിന് ഒരിക്കലും ബിജു രാധാകൃഷ്ണൻ അതിൽ ഒരിക്കലും കളവ് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ അദ്ദേഹം സോളാർ കമ്മീഷന് മുന്നിൽ എത്തിയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ ഇവിടെ നൽകുന്ന മൊഴി ചിലപ്പോൾ ഇതെന്റെ ഒരു മരണമൊഴിയായേക്കാം. ഇത് ഞാൻ ഇവിടെ നൽകി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരാൻ സാധ്യതയില്ല. തനിക്ക് നിരവധി ഭീഷണിയുണ്ട്. ഒരു ദിവസം കൂടെ താൻ കാത്തു നിന്നത് അതുകൊണ്ടാണ്. ഏതെങ്കിലും രീതിയിൽ തനിക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ, എന്തെങ്കിലും എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവുമോ എന്ന് നോക്കിയാണ് ഇന്നലെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ വിചാരം നിർത്തണം എന്നും നാളെ തുടരാം എന്നും പറഞ്ഞ് കമ്മീഷന് മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുടരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഇതാണ്: തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ഇടപാടുകളെയും മുഖ്യമന്ത്രി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും കണക്കാണ് അദ്ദേഹം ഇരുന്നത്. അതിന് ഉച്ചയ്ക്ക് ശേഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി കമ്മീഷൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഉമ്മൻചാണ്ടിയെ. 2011 മുതൽ വളരെ അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയായിട്ട്. പക്ഷെ പിന്നീട് അത് സാമ്പത്തിക ഇടപാടിലേക്ക് വരെ പോയിരുന്നു. പക്ഷെ അന്നേരമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് സരിതയുമായിട്ടുള്ള പ്രശ്നങ്ങളും സോളാറുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ ആരംഭിക്കുന്നത്. തന്റെ നാശത്തിലടക്കം കാരണം
ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലൈംഗിക ആരോപണങ്ങളിലേക്ക് പോയത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സരിത അറസ്റ്റിലായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ താൻ കോയമ്പത്തൂരിലേക്ക് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ഒളിവിൽ പോയതിനു ശേഷം മാധ്യമങ്ങളെല്ലാം തന്നെ അത് മനസ്സിലാക്കി, അതോടൊപ്പം പോലീസും മനസ്സിലാക്കി താൻ കോയമ്പത്തൂരിലാണ് ഒളിവിലുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ താൻ കോയമ്പത്തൂരിൽ നിന്ന് നിരവധി തവണ ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു തവണ ഒരു ജിക്കുമൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഒരാളുടെ ഫോൺ വഴി മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 3 തവണ ജിക്കുമോന്റെ ഫോണിലും ജോപ്പന്റെ ഫോണിലുമായിട്ട് ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ആണ് അതിനുശേഷമാണ് താൻ തിരുവനന്തപുരത്ത് എത്തുന്നതും. തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഉമ്മൻചാണ്ടിയെ കാണുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയെ കണ്ട് ഈ പറഞ്ഞ 5 ഭരണസാരഥ്യത്തിലുള്ള 5 പേരുടെ വീഡിയോ സരിത ശേഖരിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ കാണിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരാളുടെ വീഡിയോ മാത്രം താൻ കാണിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു ആ വീഡിയോ, തന്റെ കൈവശമിരിക്കുന്ന വീഡിയോ അത് ഉമ്മൻചാണ്ടിയുടെ വീഡിയോ തന്നെയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബിജേഷ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരുപക്ഷെ പറയാൻ അറയ്ക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ സരിതയുമായുള്ള ലൈംഗിക ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ട്, അത് തെളിവായി തരാൻ താൻ തയ്യാറുമാണെന്ന് ബിജു രാധാകൃഷ്ണൻ പറയുമ്പോൾ ആ തരത്തിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടി വരും. വളരെ വലിയ വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടി വരും. തീർച്ചയായിട്ടും വളരെ വികാരഭരിതനായിട്ട് തന്നെയാണ് ബിജു രാധാകൃഷ്ണൻ ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ സംസാരിച്ചിരുന്നത്. ഇദ്ദേഹത്തെ ഈ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ തന്റെ ഭാര്യയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോഴും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടോ അതിന്റെ വിഷമമോ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ഒരു വേള പൊട്ടിക്കരയുന്ന ഒരു വഴിയിലേക്ക് ഒരു പൊട്ടിക്കരയൂടെ അദ്ദേഹം ചെയ്തിരുന്നു. മറ്റ് ഉള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. താൻ കൂടെ കൊണ്ടു നടന്നിരുന്ന തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയായ സരിത എസ് നായരെ ഭരണസാരഥ്യത്തിലിരിക്കുന്നവർ ഏത് രീതിയിൽ ചൂഷണം ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ അദ്ദേഹം ഈ സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരുകൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. എറണാകുളം MLA ആയിട്ടുള്ള ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, സലിം രാജ്, ചാണ്ടി ഉമ്മൻ, ഷിബു ബേബി ജോൺ, ആര്യാടൻ ഷൗക്കത്ത്, ഹൈബി ഈഡൻ, PC വിഷ്ണുദാസ്, മോൻസ് ജോസഫ്, ആര്യാടൻ മുഹമ്മദ്, വേണുഗോപാൽ, KC വേണുഗോപാൽ തുടങ്ങി ഇവരുടെ പേരുകളൊക്കെ അവരൊക്കെ ഈ സോളാറിൽ ഏത് രീതിയിൽ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ വലിയ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ തന്റെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞു. അത് സരിത എസ് നായർ ബട്ടൺ ക്യാമറയിലോ പെൻ ക്യാമറയിലോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഒന്നുകിൽ അത് സരിത എസ് നായരുടെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇവരെല്ലാം സരിത എസ് നായറിനെതിരെ തിരിയും എന്നതിന്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി സരിത എടുത്തു വെച്ചതായിരിക്കാം എന്നാണ് ബിജു പറഞ്ഞത്. പക്ഷെ സരിതയുടെ കയ്യിൽ നിന്നും അത് യാദർശികമായിട്ട് അത് തന്റെ കൈവശം കിട്ടി. പക്ഷെ അതിനോട് താൻ തകർന്നു പോയി എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഈ സരിത അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ അറസ്റ്റിലാകും എന്നറിഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഫോണിൽ ബന്ധപ്പെട്ടു കോയമ്പത്തൂരിൽ ചെന്ന് ഫോണിൽ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. കോയമ്പത്തൂരിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം, ഷാലു മേനോനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നെ കിട്ടിയില്ലെങ്കിൽ ഷാലു മേനോനെ അറസ്റ്റ് ചെയ്ത് എന്നെ ഒരു സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കമുണ്ട്, അത് ഒഴിവാക്കണം. ഷാലു മേനോൻ സോളാറുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല, അതിലൊന്നും ഇടപാടുകളും ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി നൽകിയ മറുപടി പ്രകാരമാണ് തന്നെ അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ നീക്കങ്ങളും തന്റെ ഭാഗത്തുനിന്നുണ്ടാകും, എല്ലാ സഹായവും താൻ ചെയ്തു തരും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ വീഡിയോ ദൃശ്യങ്ങളുമായിട്ട് അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് മധുരത്തിൽ നിന്ന് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ദർശിക്കുകയും ക്ഷേത്രത്തിലെ തന്ത്രിയായിട്ടുള്ള കണ്ണൻ എന്നയാൾ ഏർപ്പാടാക്കി കൊടുത്തിട്ടുള്ള ഒരു കാറിൽ തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരത്ത് വന്ന് ഉമ്മൻചാണ്ടിയെ നേരിട്ട് കാണുകയുമാണ് ഉണ്ടായത്. നേരിട്ടുള്ള ഈ കാഴ്ചയിലാണ് 5 പേരുടെ വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹത്തെ കാണിച്ചത്. 6ാമതൊരാൾ കൂടിയുണ്ട്. ആ ദൃശ്യം അദ്ദേഹത്തെ കാണിച്ചില്ല എന്ന് ബിജു സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. ഏറ്റവും അവസാനമായി അല്പസമയത്തേക്ക് സ്തബ്ധനായി പോയ ഒന്നും മിണ്ടാതിരുന്ന ബിജു രാധാകൃഷ്ണൻ അല്പസമയത്തിന് ശേഷം പറയുകയുണ്ടായി അത് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. വീണ്ടും കമ്മീഷൻ ഒന്നുകൂടെ എടുത്തു ചോദിച്ചു ആരുടെ ദൃശ്യങ്ങളാണെന്ന്. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിജേഷ്, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ PC ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PC ജോർജ്, വളരെ ക്ഷമിക്കണം, PC ജോർജിലേക്ക് എത്താം. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നം. ഇപ്പോൾ BJP നേതാവ് ശ്രീ JR പത്മകുമാർ ചേരുന്നു. പത്മകുമാർ, വളരെ മോശമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങുന്ന ദൃശ്യങ്ങൾ അത് കയ്യിലുണ്ട്. സരിതയുമായി ഇവരടക്കം സരിതയെ ലൈംഗികമായി ഉപയോഗിച്ചു. 6 പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. പേര് ഞാൻ പറയാം:
AP അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, ഷിബു ബേബി ജോൺ, ഹൈബി ഈഡൻ, AP അനിൽകുമാറിന്റെ PA ഒരു നസറുള്ള, പിന്നെ മുഖ്യമന്ത്രിയും, ഇത്തരം പേരുകളാണ് സോളാർ കമ്മീഷന് മുൻപാകെ ഇപ്പോൾ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ ആദ്യ പ്രതികരണം? വിശ്വസിക്കേണ്ട കാര്യമല്ല. അദ്ദേഹം കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ട്, അത് കാണിക്കാം എന്നാണ്. അപ്പോ ഇത് അല്പമെങ്കിലും ധാർമ്മികതയുണ്ട് എങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകുകയാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത്. മാത്രമല്ല ഇത് ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തുറന്നു പറയാൻ കുറെ കാര്യങ്ങളുണ്ട് എന്ന് പരസ്യമായി ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായും അത് പൊതുജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഒരു ജനാധിപത്യത്തിൽ ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്തരത്തില് വളരെ കാര്യമായി ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം മുക്കുന്ന ഒരു മന്ത്രിയായി മാറിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഇതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ധാർമ്മിക അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത്. ശ്രീ പത്മകുമാർ, ആ ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്ക് കേരളം മുഴുവൻ ഓടി നടന്ന് തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീ, ആ സ്ത്രീയുമായി സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ്, ആ മന്ത്രിസഭയിലെ മന്ത്രിമാർ അടക്കം ഇത്തരത്തിൽ ലൈംഗികമായി വരെ ഉള്ള ബന്ധങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ ധാർമ്മികതയ്ക്കപ്പുറത്തേക്ക് നിയമപരമായി തന്നെ നാണക്കേടാണ് ഈ ഒരു മൊഴി, അത് സത്യമാണെങ്കിൽ. ശ്രീ പത്മകുമാർ, ഒരു നിമിഷം പോലും തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല. രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. മാത്രമല്ല ഇത് സത്യം പുറത്തു പറയുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അദ്ദേഹത്തിന് ബിജു രാധാകൃഷ്ണനെ ജയിലിലാക്കി, അതിനുശേഷം ജാമ്യം കൊടുക്കാതിരുന്നു, അതിനുശേഷം ശിക്ഷ വാങ്ങി കൊടുത്തു, ഇപ്പൊ ജയിലുമായിട്ടുണ്ട്. അദ്ദേഹത്തിന് പുറമേ വന്ന് സത്യസന്ധമായി പറയാൻ കിട്ടിയ ആദ്യത്തെ അവസരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. തീർച്ചയായിട്ടും ഇത് ഒരു ഭരണാധികാരിക്ക് യോജിച്ചതല്ല, ഒരു ഭരണകൂടത്തിന് യോജിച്ചതല്ല. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചുള്ള സത്യസന്ധമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇവർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരില്ല. അതുകൊണ്ട് ഈ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഭരണകൂടം ചെയ്യേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് രാജിവെച്ച് പുറത്തു പോവുകയാണ്. പത്മകുമാർ, ഇന്ന് ഈ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ 5.5 കോടി രൂപയോളം കോഴയായിട്ട് നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിട്ടുണ്ട്. 5 കോടി 10 ലക്ഷം നേരിട്ട് നൽകി, 40 ലക്ഷം ജോപ്പനും ജിക്കുമോനും മുഖേന നൽകി. 60-40 എന്ന തരത്തിലായിരുന്നു സോളാർ കമ്പനിയുടെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ധാരണ. മറ്റൊന്ന്, ഇവിടുത്തെ പോലീസ് മുഴുവൻ ഈ ബിജു രാധാകൃഷ്ണനെ തമിഴ്നാട്ടിലടക്കം തെരഞ്ഞു നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തുണ്ടായിരുന്നു ഇയാളെന്നും ഇന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുൻപാകെ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വരുന്നത്. ഇതുമൊക്കെ വച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ എങ്ങനെ നീതിപൂർവമായ അന്വേഷണം താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇത് മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ ബുദ്ധിമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ബന്ധമുണ്ട് എന്നുള്ള കാര്യം തുടക്കകാലം ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണല്ലോ. അപ്പൊ ആ ആരോപണത്തിനെ മൂടി വെക്കാനുള്ള ശ്രമങ്ങളല്ലേ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ബന്ധുവിനെ സോളാറിന്റെ ഈ കമ്പനിയുടെ പാർട്ണറായി അവരെ സോളാറിന്റെ ആ കമ്പനിയുടെ പാർട്ണറാക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ പങ്കാളിത്തം കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി മുഖ്യമന്ത്രി അവിഹിതമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇതാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങൾ പൊതുജന മുന്നിൽ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി വേണ്ടത്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണം നടക്കണമെങ്കിൽ ഈ ഭരണകൂടം ഇരിക്കുമ്പോൾ നടക്കില്ല. കേരളത്തിലുണ്ടായിട്ടുള്ള ഇതുപോലെ മന്ത്രിമാർക്കും അതുമായി മന്ത്രിമാരുടെ ബന്ധുക്കൾക്കും എതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തേച്ചുമാറ്റി കളയുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്, ചരിത്രമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ശ്രീ ജയപത്മകുമാർ, വളരെയധികം നന്ദി. ഈ അവസരത്തിൽ താങ്കൾ BJP-യുടെ പ്രതികരണം പങ്കുവച്ചതിന്. ഇപ്പോൾ ശ്രീ PM മനോജ് ടെലിഫോണിൽ ചേർന്നു. ശ്രീ PM മനോജ്, വാർത്ത ശ്രദ്ധിച്ചു കാണും. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ പലതുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്തരത്തിൽ ലൈംഗികമായ ഒരു ആരോപണം നേരിട്ട് വരുന്നത് മാത്രവുമല്ല, അതിന്റെ ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ട്, തെളിവായി നൽകാൻ തയ്യാറാണ് എന്നും ബിജു രാധാകൃഷ്ണൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എനിക്ക് ഈ വാർത്ത കണ്ടപ്പോ പ്രതികരണം അയ്യേ എന്നാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് കുറെ കാലമായി പല മാധ്യമ പ്രവർത്തകർക്കിടയിലും അതുപോലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഒക്കെ ചുറ്റിത്തിരിയുന്ന ഒരു ആരോപണമാണ്. ഇത് പലരും പലപ്പോഴായി പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ബിജു രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. അത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തത് മാത്രമല്ല,
അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തു എന്നത് ഉമ്മൻചാണ്ടി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സമുന്നത നേതാവായ MP ഷാനവാസ് MA ഷാനവാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാകാലമായി ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സോളാർ കേസും തട്ടിപ്പും ഒക്കെ നടന്നത്. ശ്രീ മനോജ്, ആ ബന്ധത്തിന്റെ താങ്കൾ പറഞ്ഞ നമ്മൾ അടച്ചിട്ട മുറിയുടെ കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇവിടുത്തെ പോലീസ് തമിഴ്നാട്ടിലടക്കം ബിജു രാധാകൃഷ്ണനെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് ബിജു രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന തരത്തിലും ഇന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ആ ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകളാണ് ആ മൊഴിയിൽ ഉള്ളത്. തീർച്ചയായും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കിടയിലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും ഒക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയല്ലേ, കേരളം ഭരിക്കുന്ന കോൺഗ്രസിന്റെ പരമോന്നത നേതാവല്ലേ, അദ്ദേഹത്തെ കുറിച്ച് പരസ്യമായി ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് ശരിയല്ല. കാരണം ഇത് പുറത്തുനിന്ന് പറയുന്ന ആളുകളുടെ കയ്യിൽ ഈ തെളിവുണ്ടാവില്ലല്ലോ. ഇപ്പോ ഈ സരിതയെ മുഖ്യമന്ത്രി ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് ബിജു രാധാകൃഷ്ണൻ തന്നെ അവിടെ ചെന്ന് പറയുമ്പോ അതില് എന്താണ് സംശയിക്കാനുള്ളത്? സംശയിക്കാനല്ല, കേരളത്തിനാകെ ലജ്ജിക്കാനാണുള്ളത്. കാരണം ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രി എല്ലാ തട്ടിപ്പുകളുടെയും കേന്ദ്രമാണ് എന്ന് നമുക്ക് ഈ സോളാറിൽ മാത്രമല്ല അറിയാം. മറ്റെല്ലാ ബാർക്കോഴ കേസിലായാലും മറ്റേത് കേസിലായാലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അഴിമതി നടക്കുന്നത്. ആ അഴിമതിയോടൊപ്പം തന്നെ തട്ടിപ്പ് ഉണ്ട്, തട്ടിപ്പുകാരെ സംരക്ഷണമുണ്ട്, അധികാര ദുർവിനിയോഗമുണ്ട്. അതോടൊപ്പം ഇപ്പോ ഇതും കൂടി ആയിരിക്കുന്നു. ഇത് കാരണം ജോപ്പൻ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന സഹചാരിയായിരുന്ന ജോപ്പന് സമ്മാനമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് സരിത ഉമ്മ കൊടുത്ത കഥ നമുക്കറിയാം. അത് പുറത്തു വന്നതാണ്. അപ്പൊ ആ ഉമ്മ ജോപ്പന് മാത്രമല്ല മറ്റു പലർക്കും കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നിരിക്കുന്നു. ഇന്ത്യയില് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെതിരെ നേരത്തെ ND തിവാരി അദ്ദേഹം രാജ്ഭവനിൽ 2 പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് കൊണ്ടുപോയി പിടിക്കപ്പെട്ട ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അതിനേക്കാൾ എത്രയോ മോശമല്ലേ ഇത്? നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് കാണിച്ചു കൊടുക്കും? എങ്ങനെ അഭിമാനത്തോടെ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കും? എങ്ങനെ ഇദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ പോകും? ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളത്തെ ഉമ്മൻചാണ്ടി കൊണ്ടുപോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സങ്കടകരമാണ് സ്ഥിതി. നന്ദി ശ്രീ PM മനോജ്. ഇപ്പോൾ ശ്രീ PC ജോർജ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PC ജോർജ്, വിവരങ്ങൾ താങ്കൾ അറിഞ്ഞു കാണും. തന്റെ കയ്യിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സരിതയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് എന്നാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള ആരോപണങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇവിടെ ആരോപണങ്ങളെല്ലാം വഴിമാറുകയാണ്. ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് ആ ആരോപണങ്ങൾ ചെന്നു നിൽക്കുമ്പോൾ താങ്കൾ ഇതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നേരത്തെ ഇൻഡയറക്റ്റ് ആയി പറഞ്ഞതാണല്ലോ, സരിതയും മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം മോശമാണെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. സരിത പറഞ്ഞ ബോധ്യമുണ്ട്, സരിതയുടെ കത്തിന്റെ പേര് ബോധ്യമുണ്ട്. അതിനകത്ത് സരിത പറഞ്ഞ ഒരാളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതൊരു സെക്സ് ഓറിയന്റഡ് റിലേഷൻ ആണെന്ന് താങ്കൾ സ്ഥിരീകരിക്കുകയാണോ ഇവിടെ? യെസ്, 100%. അത് തന്നെയല്ല നമ്മുടെ KM മാണിയുടെ മകനെ പറ്റി പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. മനസ്സിലായി? അത് തെളിഞ്ഞ് ഞാൻ മകന്റെ കാര്യം പറയാൻ കാരണം അത് തെളിഞ്ഞ കാര്യമാണല്ലോ. അതിനകത്ത് സരിതയുടെ കത്തിൽ ആ പേരില്ലെന്നും പറഞ്ഞ് സരിത കാണിച്ചപ്പോൾ നിങ്ങൾ പത്രക്കാർ തന്നെ സൂം ചെയ്ത് ഫോട്ടോ അടിച്ചപ്പം മാണിയുടെ മകന്റെ പേര് കണ്ടു കിട്ടിയില്ലേ? അതിനകത്തുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര്. ഞാൻ എന്താ പറയുന്നത്? എന്താണ് സംശയിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. വിജയ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ അവിശ്വസിക്കേണ്ടതായി ഒരു കാര്യമില്ല എന്നുള്ള അഭിപ്രായത്തിൽ ഞാനിപ്പം നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും താങ്കൾ തന്നെ ഇവരെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുള്ള ആളാണ്. അതെ, ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീയായിട്ടുള്ള ഈ അവിഹിത ബന്ധം നിർത്തിയില്ലെങ്കിൽ മോശമാകും. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആദ്യം 35 ലക്ഷം രൂപ, ആദ്യമാണ് എപ്പോഴാണ് നിർത്തിയത്, 35 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും ഭാര്യയും മകനും മകളും ഉണ്ട്. അതാണ് രസം. ആ കാര്യം തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു. അത് തന്നെയല്ല, ഈ സരിതയും കൊണ്ട് MLA കോട്ടേഴ്സിൽ MLAയുടെ മുറി പോയിച്ച് ആ കൊടുച്ചിരുന്നയാൾ സരിത അവിടെ ഓഫീസിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് എന്റെ അടുത്ത് വന്ന് ഇവളെ കൊണ്ടുപോയി ചരിത്രം മുഴുവൻ പറഞ്ഞു. അത് വ്യക്തമായില്ല PC ജോർജ്, അത് ഒരിക്കൽ കൂടി അത് വ്യക്തമായില്ല. ആ കാര്യം ഒന്നുകൂടെ പറയുമോ? അതായത് ഈ കേസുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി എന്നെ വന്ന് കാണാൻ കാരണം, ഞാനും രമേശ് നമ്മുടെ ഈ ഗണേശനുമായിട്ട് തർക്കങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഗണേശന് ഇതിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഗണേശനെതിരായിട്ട് ഉപയോഗിക്കാൻ എന്നെ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഈ ആളുകളൊക്കെ പലരും എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാനതിനൊന്നും ഇന്നോടത്തില്ല. പക്ഷെ ഒരു ദിവസം ഈ 1,05,000 രൂപ കിട്ടാനുള്ള ഒരാള്, അതിന് 1 ലക്ഷം രൂപ ഗണേശൻ കൊടുത്തു. അയക്ക് 1,04,000 ഇനിയും കൊടുക്കാനുണ്ട് സരിത.
ആ കാശിന് വേണ്ടി ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം സരിത ഞാൻ വിളിക്കാൻ ഭീഷണിപ്പെടുത്തി കാശ് കൊടുത്ത് തമാശ കളിക്കാതെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ആ സമയത്ത് സരിത ഇയാളെ വിളിക്കുന്നു ഓഫീസിലേക്ക്. ഇയാൾ ഓടി അവിടെ ചെന്ന് പറഞ്ഞു നമുക്ക് MLA ക്വാർട്ടേഴ്സ് വരെ ഒന്ന് പോകണം, ഇച്ചിരി കാശിന്റെ കാര്യമാണെന്ന് പറഞ്ഞു. ഇത് വിശ്വസിച്ച് ഈ പാവം MLA ക്വാർട്ടേഴ്സിലേക്ക് ഈ കാർ ഓടിച്ച് MLA ക്വാർട്ടേഴ്സിന് താഴെ കൊണ്ട കാറ് നിർത്തിച്ച് ഇവിടെ ഇറങ്ങി നേരെ നമ്മുടെ എറണാകുളത്തുള്ള ഒരു MLA മുറിയിലോട്ട് കയറിപ്പോയി. MLA മുറിയിലോട്ട് കയറി പോയിച്ച് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു, അത് കൂടുതൽ സമയം എടുത്തെന്നാ പറഞ്ഞു. ഇവള് തിരിച്ചു വന്ന ഈ കഴുത്തിലൊക്കെ വലിയ നഖപ്പാടുകളൊക്കെയാണ്. MLA പേര് പറയൂ PC ജോർജ്. എന്തായാലും ബിജു രാധാകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? പറയട്ടെ. അപ്പോ ഇയാളിങ്ങനെ നോക്കി, ഈ ആള് നോക്കി കഴിയുമ്പോ അവിടെ കമന്റ്, ഈ പയ്യൻ ഇത്രയും ആക്രാന്തം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന്. മതിയോ? ഒരു MLA പറ്റിയാണ്, MLA ക്വാർട്ടേഴ്സ് ആണ്. അത് ഏത് MLA ആണെന്ന് പറയുവോ? എറണാകുളം എന്ന് പറയുന്നത് ക്ലിയർ ആയില്ല. ഇനി അതും ഇന്നലെ അയാളുടെ മൊഴിയിലുണ്ടല്ലോ, ബിജു മൊഴി പറഞ്ഞതിനകത്ത് ആ പേരും ഉണ്ട്. പിന്നെ ഞാനെന്തിനാ പറയുന്നത്? തീർച്ചയായും. മറ്റൊന്ന് ശ്രീ PC ജോർജ്, അതായത് 6 പേരുടെ പേരാണ് വ്യക്തമായി ഈ മൊഴിയിൽ പറയുന്നത്. അതിനകത്ത് മുഖ്യമന്ത്രിയുണ്ട്, ഷിബു ബേബി ജോണുണ്ട്, AP അനിൽകുമാറുണ്ട്, ആര്യാടൻ ഷൗക്കത്തുണ്ട്, ഹൈബി ഈഡനുണ്ട്, AP അനിൽകുമാറിന്റെ ഒരു PA നസറുള്ള എന്നൊരു പേരും പറയുന്നു. ഇതിൽ 5 പേരുടെ ദൃശ്യങ്ങളുമായി ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ കാണുകയും ഈ ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ട്, അത് മുഖ്യമന്ത്രിയെ കാണിച്ചിട്ടുണ്ട് എന്നാണ് ബിജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മാത്രം ദൃശ്യങ്ങൾ, 6ാമത്തെ ആളായ മുഖ്യമന്ത്രിയുടെ മാത്രം ദൃശ്യങ്ങൾ അദ്ദേഹം ആ സമയത്ത് മുഖ്യമന്ത്രിയെ കാണിച്ചിട്ടില്ല. ബാക്കിയുള്ളവരുടെ എല്ലാം ദൃശ്യങ്ങൾ കാണിച്ചു എന്നും പറയുന്നു. ധാർമ്മികമായ പ്രശ്നം, നിയമപരമായ പ്രശ്നം, ഇതൊക്കെ എവിടെ ചെന്നാണ് നിൽക്കുന്നത്? അത് പറയാം. മുഖ്യമന്ത്രി ബിജു രാധാകൃഷ്ണനുമായിട്ട് എറണാകുളത്ത് ഒരു ഹോട്ടലിൽ 1.5 മണിക്കൂർ സ്വകാര്യ സംഭാഷണം നടത്തി, ഓർക്കുന്നുണ്ടോ? അത് എല്ലാം വലിയ കേരളം ചർച്ച ചെയ്ത സംഭവമാണല്ലോ. എന്തിനാണ് കൊലപാതകിയായ ഭാര്യയെ കൊന്ന ഇതുപോലെ ജനങ്ങളിൽ നിന്ന് വാശി പറ്റിച്ച ഒരു വ്യക്തിയെ 1.5 മണിക്കൂർ നേരം എറണാകുളത്ത് ഹോട്ടലിൽ വെച്ച് കണ്ടതെന്ന് ചോദിച്ചപ്പോ പത്രക്കാർ ചോദിച്ചു, നിയമസഭ പ്രതിപക്ഷം ചോദിച്ചു. അപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അത് കുടുംബകാരിയാണ്, അത് പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താ കുടുംബകാര്യം? ബിജു രാധാകൃഷ്ണനെ പോലെ ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു പണം തട്ടിപ്പുകാരൻ ആരുമാവട്ടെ, ഇതിവിടെ ആരോപണ വിധേയനായ ഒരു വ്യക്തിയായിട്ട്, കേസുള്ള വ്യക്തിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി 1.5 മണിക്കൂർ നേരം കുടുംബകാര്യം ചർച്ച ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ പെങ്ങളെ ബിജു രാധാകൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അത് ബിജു രാധാകൃഷ്ണൻ പെങ്ങളെ ഉമ്മൻചാണ്ടി കല്യാണം കഴിച്ചു. എന്താ ഇത് ബന്ധം? എന്താണ് കുടുംബ ബന്ധം? ഇത് കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? ഉമ്മൻചാണ്ടിയാണ് ഒരു പ്രശ്നം, കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്, ആണ് പ്രശ്നം. അത് എന്തിനെങ്ങനെ ചർച്ച ചെയ്തു? അന്ന് ആ ചർച്ച ചെയ്ത കാര്യം പുറത്തു വരണ്ടേ? അത് കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യമാണ്. ചാനലുകാർക്ക് മുഴുവൻ അറിയാം, പത്രക്കാർക്ക് അറിയാം, എല്ലാ വാർത്താ മാധ്യമങ്ങളും വന്നാണ്. എങ്ങനെ ഉത്തരം പറയും? അപ്പോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി നിയമസഭയിൽ ഈ 1 മിനിറ്റ് പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മര്യാദയല്ല. അങ്ങനെ ഇറക്കി വിടാനുള്ള ചുമതല അങ്ങനെ ചത്താരും ഇറങ്ങലെന്നാ പറയുന്നത്. അങ്ങനെ ഇറക്കി വിടാനുള്ള ചുമതല ആർക്കാ? കോൺഗ്രസ് പാർട്ടിക്ക്. ഇത് കോൺഗ്രസ് ആണോ ഇവിടെ? ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് KPC പ്രസിഡന്റ് ഇതൊന്നും അറിയുന്നില്ലേ? KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഇരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയോട് ഞാൻ നേരിട്ട് അത് നിഷേധിക്കട്ടെ, സുധീരനും രമേശ് ചെന്നിത്തലയും നേരിട്ട് ഞാൻ പറഞ്ഞു, ബഹുമാനയുടെ മുഖ്യമന്ത്രി ചേട്ടന്റെ പേരാണ് പ്രമുഖമായി കത്തിലുള്ള, ചേട്ടൻ നിഷേധിക്കണ്ട. ചുമ്മാ പറയാ, ഞാൻ കണ്ടത് ചേട്ടൻ കള്ളം പറഞ്ഞ എന്താ? ഞാൻ പറയുന്നു ചേട്ടന്റെ പേരുണ്ടെന്ന്. സുധീരൻ നിഷേധിക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല നിഷേധിക്കട്ടെ. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു വേറെ ദിവസം, കഴിഞ്ഞ ദിവസം ജയിൽ വാർഡൻ 2 മണിക്കൂർ വിജയമായി ചർച്ച നടത്തി. അന്വേഷിക്കുന്ന ആഭ്യന്തര പറഞ്ഞു എന്തായിരുന്നു വിവരം അറിയട്ടെ നമുക്ക്. എന്തിനാണ് ജയിൽ വാർഡൻ 2 മണിക്കൂർ വിജയ രാധാകൃഷ്ണനുമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തിയത്? ഉമ്മൻചാണ്ടിയുടെ ഏജന്റ് ആയിട്ടാണോ? അറിയണ്ടേ? ഇത് അന്വേഷണം നടത്തുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ. അദ്ദേഹം അന്വേഷണം നടത്തിയോ? എന്താണെന്ന് എന്ത് കണ്ടെത്തി പറയണ്ടേ? കേരളത്തിലെ ജനങ്ങൾ മറവിയുള്ളവരാണെന്ന് വിചാരിച്ച് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. 2 മണിക്കൂർ മറ്റും സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്തിനാണ് വിജയ രാധാകൃഷ്ണൻ വെച്ച് ജയിൽ വാർഡൻ സ്വകാര്യ സംഭാഷണം നടത്തുന്നത്? കൊലപ്പുള്ളിയായിട്ട് അകത്ത് കിടക്കുന്ന ആളെ പറ്റി സ്വകാര്യ സംഭാഷണം നടത്താൻ എന്താ അവകാശം? ഒരു ഗവൺമെന്റ് ഉണ്ട്, അധികാരമുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും എന്ത് മര്യാദകളും ഈ രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യാമെന്നാണോ അർത്ഥം? അതെല്ലാം കണ്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മിണ്ടാതെ വായിൽ വെള്ളം ഒഴിച്ചു മിണ്ടാതിരുന്നോന്ന് പറഞ്ഞാൽ ആരും മിണ്ടാതിരിക്കും? ലജ്ജാകരം. തീർച്ചയായിട്ടും ശ്രീ PC ജോർജ്, മറ്റൊന്നു കൂടി ഉണ്ട്. അതായത് ഈ കേസിൽ ഷാലു മേനോന്റെ പേര് ഉയർന്നു വന്ന ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു ബിജു രാധാകൃഷ്ണൻ. എന്നിട്ട് ഈ ഷാലു മേനോനെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്, ആ രീതിയിലുള്ള സഹായങ്ങൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നതായി താങ്കളുടെ അറിവിലുണ്ടോ?
ഷാനുമേനോന്റെ സാഹിത്യം എന്താണെന്ന് വെച്ചാൽ ഷാനുമേനുമായിട്ട് നമ്മുടെ പല മാന്യന്മാർക്കും ബന്ധമുണ്ട്. ഞാൻ അതിന്റെ വിശദാംശം ഈ പെണ്ണുങ്ങളുടെ ബന്ധം മുഴുവൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ അതിന്റെ വിശദാംശം കിടക്കുന്നില്ല. ഈ ഷാനുമേനോനും ഉമ്മൻചാണ്ടിയായിട്ടൊരു ബന്ധമുള്ള ഇതുവരെ ഒരു വർത്താനം എനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറയണം. ഷാനുമേനും മറ്റു മുഴുവായിട്ട് പല ബന്ധമുണ്ടെന്ന് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിത് ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധമുള്ള ഒരു വിധത്തിൽ ഒരു തെളിവ് എൻ്റെ ഈ പറയാനില്ല. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ പി സി ജോർജ് ഈ ഒരു അവസരത്തിൽ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും പ്രതികരിച്ചതിനും. ഒപ്പം ഞങ്ങളോടൊപ്പം പങ്കെടുത്ത മറ്റ് അതിഥികൾ ശ്രീ പി എം മനോജ്, ഒപ്പം തന്നെ ശ്രീ ജെ ആർ പത്മകുമാർ അടക്കമുള്ളവർക്ക് നന്ദി. വളരെ ഗുരുതരമായ ആരോപണമാണ് ബിജു രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ലൈംഗിക ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെ വന്നിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് 2 മന്ത്രിമാർക്കും MLA-ക്കുമെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. സരിതയുമായി 6 പേർ ലൈംഗികമായി ഉപയോഗിച്ചു, അതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ കയ്യിലുണ്ട് എന്ന തരത്തിൽ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നു. കേരളത്തെ ഞെട്ടിക്കുന്ന മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്.